ഈ ആപ്പിൾ കണ്ടോ? ആ പാമ്പ് പറഞ്ഞത് ഇത് കഴിച്ചാൽ നല്ല ബുദ്ധി ഉണ്ടാവുന്നാണ്. അപരിചിതരെ തരുന്നതൊന്നും വാങ്ങി കഴിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നമുക്ക് കപ്പയോ ചേമ്പോ കിഴങ്ങോ എന്തെങ്കിലും പുഴുങ്ങി തിന്നാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. ആ പാമ്പിനോട് അതിന്റെ കാര്യം നോക്കാൻ പറയുക. ഹേ മഹാബലി മഹാരാജാവേ, എനിക്ക് തപസ്സിനായി 3 അടി സ്ഥലം വേണം. സ്വാമിക്കിപ്പോൾ സ്ഥലത്തിന്റെ വില അറിയില്ലെന്ന് തോന്നുന്നു. സെന്റിന് ലക്ഷങ്ങളാ വില. വേണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്ക്. ലൈഫ് മിഷനിൽ വീട് കിട്ടുമോ നോക്കാം. വെറുതെ മണ്ണ് തരാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 30 വെള്ളി നാണയങ്ങൾ നൽകാം. ഇന്നത്തെ വിലവാശിക്ക് 30 വെള്ളിക്കാശ് കൊണ്ട് ഒരു കുഴിമന്തി പോലും കിട്ടില്ല സാറേ. മിനിമം 50 സ്വർണ്ണ നാണയമെങ്കിലും കിട്ടണം. അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഡീൽ ക്യാൻസൽ. മകളെ, ഞാൻ 7 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ വൃദ്ധന് എന്തെങ്കിലും തരൂ. അയ്യോ സ്വാമി, ലക്ഷ്മണൻ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സ്വാമിക്ക് ഗൂഗിൾ പേ ഉണ്ടോ? നമ്പർ പറ, ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. സ്വാമിക്ക് മൊബൈൽ ഇല്ല മോളെ. എന്നാ പിന്നെ ഞാൻ പോവുക. ബൈ. ഹെലൻ, വേഗം ഇറങ്ങി വാ. എന്റെ കപ്പൽ റെഡിയാണ്. നമുക്ക് ട്രോയിലേക്ക് പോകാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ പാരീസ്. എന്റെ മേക്കപ്പ് തീർന്നില്ല. ഐബ്രോ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഏത് സാരി ഉടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. ഓ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റു. ഇവൾക്ക് ഒരുങ്ങാൻ തന്നെ ഒരു യുദ്ധത്തിനുള്ള സമയം വേണം. ഞാൻ പോവാണ്. ബൈ. ബ്രൂട്ടസ്, നീയും എന്റെ ശത്രുവായോ? നീ എന്നെ കുത്താൻ പോവാണോ? അല്ല പ്രഭോ, ഇത് കേക്ക് മുറിക്കാൻ കൊണ്ടുവന്ന കത്തിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ സീസർ. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. എങ്കിൽ വരൂ, നമുക്ക് കേക്ക് മുറിക്കാം. പ്രഭോ, മുംതാസിന് വേണ്ടി നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മാർബിൾ കൊട്ടാരം പണിയാം. മാർബിളിന് ഇപ്പൊ എന്ത് വിലയാണെന്നറിയാവോ? GST വേറെയും. നമുക്കൊരു ചെറിയ ഫ്ലെക്സ് വെക്കാം. പ്രിയപ്പെട്ട മുംതാസിന് ആദരാഞ്ജലികൾ എന്ന്. അതാവുമ്പോൾ വലിയ ചെലവില്ല. ആശാനേ, കര കണ്ടു. നമുക്ക് ഇറങ്ങി ഈ സ്ഥലം പിടിച്ചെടുക്കാം. അയ്യോ വേണ്ട, ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ വെള്ളക്കാരല്ലേ, വെയിൽ കൊണ്ട് കറുത്തു പോകും. നമുക്ക് കുറച്ച് നേന്ത്രക്കായ ഉപ്പേരിയും വാങ്ങി വേഗം തിരിച്ചു പോകാം. വെറുതെ എന്തിനാ നാട്ടുകാരുമായി വഴക്കുണ്ടാക്കുന്നത്? കണ്ടെത്തി, ഞാനത് കണ്ടെത്തി. എങ്ങോട്ടാ ഈ സോപ്പും പതയുമായി ഓടുന്നത്? ആദ്യം തറയിൽ വീണ വെള്ളം മുഴുവൻ തുടച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇന്ന് ചോറില്ല. ക്ഷമിക്ക്, ഞാൻ ഇപ്പൊ തുടച്ചോളാം. അയ്യോ, ആ ഐഡിയ ഞാൻ മറന്നല്ലോ.